ഇത് ഒരു സ്ഥിരം തൊഴിലിടമല്ല. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് സർക്കാർ ജോലി പോലെയോ ഒരു ബാങ്കിലെ ജോലി പോലെയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റേഷനിൽ വരുന്ന ഏതെങ്കിലും ഒരു ജോലി പോലെയോ ഒന്നും അല്ല. ഇത് ഇന്ന് നമ്മൾ ഒരു നിർമ്മാതാവിൻ്റെ കീഴിൽ ഒരു സംവിധായകൻ്റെ കീഴിൽ നമ്മൾ ഒരു കഥാകൃത്തിൻ്റെ കഥകൾക്ക് അനുസരിച്ച് വരുന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നാളെ വേറൊരിടത്താണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ആണെന്നുള്ള രീതിയിൽ എൻ്റെ കാര്യം പറയാം. ഞാൻ ചെയ്യേണ്ടതാകുന്ന ഒരു വേഷം ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു നിലയിൽ 20 മേളിൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 20 പേരെ മാറ്റി വെച്ചുകൊണ്ട് എന്നിലേക്ക് ആ കഥാപാത്രം എത്തണമെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് നല്ല മാർക്കറ്റ് വാല്യൂ വേണം, അല്ലെങ്കിൽ എൻ്റെ കഴിവ് അടുത്ത് തെളിയിച്ചുകൊണ്ട് 1-2 ഹിറ്റുകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ദയ തോന്നണം. ഇത് തന്നെയാണ് എൻ്റെ സത്യം. അപ്പോൾ ഈ കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഈ വേഷം എന്നിലേക്ക് വരുള്ളൂ. ഇതൊരു പുരുഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ഈ വേഷം വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നത് പുതുമുഖങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്. അല്ലാതെ മലയാള സിനിമയിൽ തൻ്റെ കഴിവുകൾ തെളിയിച്ച ഒരു നടിക്ക് അങ്ങനെ വരുന്നുണ്ടോ എന്നെനിക്കില്ല. എല്ലാം ഈ തുടക്കത്തിലാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. പക്ഷേ അവിടെ ഒരു ആർജവും അവർ കാണിക്കുക തന്നെ വേണം. അവർ കാണിച്ചേ മതിയാവുള്ളൂ. കാരണം ഇതിപ്പം അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആർക്കും എന്തും ചെയ്യാൻ സാധിക്കുക. അവരൊരു തീരുമാനം എടുക്കണം. എനിക്ക് എൻ്റെ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിന് വേണ്ടി വൈകാരികമായി എന്ത് വേഷം ചെയ്താലും അത് കഴിഞ്ഞ് പുറത്തു നിൽക്കുന്ന ഞാൻ എന്ന നടി എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുവാനോ എൻ്റെ അടുത്ത് മോശമായി പെരുമാറാനോ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയാനുള്ളൊരു ആർജവം അവരും കാണിക്കണം. അത് പക്ഷേ ഞാൻ എല്ലാവരെയും പറയല്ല, ചുരുക്കം ചിലരുടെ കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അവരുടെ തുടക്കകാലത്ത് അവർ എന്തിനും തയ്യാറായി മലയാള സിനിമയിൽ വന്നിട്ട് അതിനുശേഷം ഒരു നിലയിലെത്തിയതിനു ശേഷം തിരിഞ്ഞ് താങ്കൾ വളരെ പ്രതിഭാതനായ നടനാണ്, സംശയമില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തടക്കം വളരെ ശക്തമായി നിരീക്ഷിക്കുകയും നമ്മൾ കോൾമേർ കൊള്ളുകയും ചെയ്യുന്ന പല കഥാപാത്രങ്ങൾക്കും ജന്മം നൽകിയിട്ടുള്ള ആൾ തന്നെയാണ് ശ്രീ മഹേഷ്. പക്ഷേ താങ്കൾ സിനിമയുടെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങൾ ഇത്ര ലളിതമാണോ എന്ന് സംശയമുണ്ട്. വഴങ്ങിക്കൊടുക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. എങ്ങനെയാണ് അവർക്ക് വഴങ്ങിക്കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്? ആരാണ് ഈ കഴുകൻ കണ്ണുകളുമായിരിക്കുന്നത്? അങ്ങനെ ചൂഷണത്തിൻ്റെ മേഖലകൾ തീർക്കുന്നത് തെറ്റല്ലേ? കലാരംഗത്ത് അങ്ങനെ ഒരു പ്രവണതയുണ്ടെങ്കിൽ താങ്കളടക്കമുള്ളവർ അതിനെതിരെ നീങ്ങണ്ടേ? അജിംഷാദെ, ഞാനടക്കം നീങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഞാനോ അമ്മ സംഘടനയിലുള്ള മെമ്പേഴ്സോ അല്ല ഇതിൻ്റെ പിന്നിൽ. പിന്നെ അമ്മ എന്തുകൊണ്ട് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയില്ല. ഒരു സിനിമ അമ്മ അഭിപ്രായം പറയാൻ ഞാൻ പറയില്ല. അവർ റിഹേഴ്സൽ ക്യാമ്പിലാണ്. അവർ 1-2 ദിവസത്തിനുള്ളിൽ അവർ പ്രതികരിക്കും. ഈ ഷോ നടക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പുറകിലാണ് എല്ലാവരും.